Hi all, welcome to Learnino. നമ്മൾ ഇന്ന് സൈബർ സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് MCQ സെഷനിലാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs ആണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CIA ട്രയാഡ്സും ബാക്കി ഇൻട്രൊഡക്ഷൻ ടു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു ഓവർവ്യൂ പോലെയാണ് നമ്മൾ കണ്ടത്. സോ അതിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉണ്ടാവും. വലിയ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനൊന്നും പൊതുവേ ഈ ഒരു സബ്ജക്റ്റിൽ അത്ര ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ സൈബർ സെക്യൂരിറ്റി വാട്ട് ഡസ് CIA സ്റ്റാൻഡ്സ് ഫോർ? നമുക്കറിയാം CIA ട്രയാഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. CIA ട്രയാഡ്, ഓക്കെ, CIA ട്രയാഡ് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം. സോ എന്തൊക്കെയാണ് ഈ സിയും ഐയും എയും റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത് അറിയുന്നവർക്ക് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു അബ്രിവിയേഷൻ തന്നിട്ട് അതിൻ്റെ ഇത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പ്രവൃത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്ന ഒരു എന്താ പറയുക ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് ആദ്യം തന്നെ എഴുതി വെക്കാം, എന്നിട്ട് ഓപ്ഷൻസ് നോക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ആവും. നമ്മൾ ആദ്യം തന്നെ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. നമുക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാത്ത വിധം അത്രയും എന്താ പറയുക അവര് ഓപ്ഷൻസ് ഇടുന്നതിൽ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് അറിയാം CIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഫോർ കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ, I ഫോർ ഇന്റഗ്രിറ്റി ആൻഡ് A ഫോർ അവൈലബിലിറ്റി. ഓക്കെ അല്ലേ. ഇതിൽ നമുക്കപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി അല്ലേ. ഓപ്ഷൻ സി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അക്കോർഡിംഗ് ടു CIA triad, which of the below mentioned element is not considered in the triad? ഓക്കെ, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ഉണ്ട്. സോ ഒതന്റിസിറ്റി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ. When you use the word dash, it means you are protecting your data from getting disclosed. നമുക്ക് നമ്മളുടെ ഡേറ്റ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതാണ് ആ ഒരു ടേം എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ഇന്റഗ്രിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. ഇത് മൂന്നെണ്ണം CIA ട്രയാഡ്സിൽ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഓതന്റിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഏതിലാണ് പറയുക? കോൺഫിഡൻഷ്യാലിറ്റിയിലാണ് പറയുക. ഓക്കെ, ഡാഷ് മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡേറ്റ ഫ്രം മോഡിഫിക്കേഷൻ ബൈ അൺനോൺ യൂസേഴ്സ്. നമുക്കറിയാം നമ്മൾ CIA ട്രയാഡ് പഠിച്ചപ്പോൾ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ് ആണ് അല്ലേ. സോ അത് ഇവിടെ എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഡേറ്റ ഫ്രം മോഡിഫിക്കേഷൻ ബൈ അൺനോൺ യൂസേഴ്സ്. സോ നമുക്ക് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡേറ്റ ഡാഷ് ഇസ് യൂസ് ടു എൻഷുർ കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി വെച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയുക, നമ്മൾ ആർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത് അത് അയാൾ തന്നെ വായിക്കണം, അയാൾക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഇത് എൻഷുർ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഇപ്പൊ കയ്യിലാണ് കൊടുത്തു വിടുന്നതെന്ന് വിചാരിക്കും. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ നമ്മൾ എഴുതി നമ്മൾ അങ്ങനെ ഒരു വേറൊരു ഫ്രണ്ട് വഴി ആ ഫ്രണ്ടിലോട്ട് എത്തിക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് അയാൾക്ക് തന്നെ എത്തും എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടാവും. ഇനി അഥവാ വേറൊരാൾക്ക് എത്തിക്കഴിഞ്ഞാലും നമുക്കത് അയാൾ വായിച്ചുകൂടാന്നുണ്ടോ? ഇല്ല.
സോ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വായിക്കുന്ന ആൾക്കും അയക്കുന്ന ആൾക്കും മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള ഫോർമാറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അയക്കുക. സോ അങ്ങനെ അയക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് മെസ്സേജ് ആ ഇൻറ്റൻഡഡ് റിസീവർ തന്നെ വായിക്കുകയും ചെയ്യും. ഇടയിലുള്ളവർ വായിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവില്ല. അതാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക, ഒരു ടെക്നിക്ക്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ എൻക്രിപ്ഷൻ ആണ്. ഓക്കെ, ഡേറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, പ്ലെയിൻ ടെക്സ്റ്റ് പറയുന്നത് നമ്മുടെ മെസ്സേജ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സൈഫർ ടെക്സ്റ്റ് ആവും. സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ്. ഓക്കെ, സോ അതാണ് എൻക്രിപ്ഷൻ. That is the latest technology that faces an extra challenge because of CIA paradigm. CIA paradigm വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ചാലഞ്ച് ഫേസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? ആൻസർ ബിഗ് ഡേറ്റ. ഇതൊരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഒരു GK ലെവൽ ക്വസ്റ്റ്യൻസ്, അതാണ് ഇത് വരുന്നത്. ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ ലാർജ് വോള്യൂം ഓഫ് ഡേറ്റ ആണ്. സോ അതിൽ നമുക്ക് CIA പാരഡൈം കൊണ്ടുവരാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ കോമൺ വേ ടു മെയിൻറ്റെയിൻ ഡേറ്റ അവൈലബിലിറ്റി. ഡേറ്റ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ ബാക്കപ്പ് വേണം. ഓക്കെ, നമ്മൾ ഡേറ്റ എന്താ പറയുക എടുത്ത് അത് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഡേറ്റ നമ്മൾ ബാക്കപ്പ് ചെയ്യണം. അപ്പോഴാണ് ആ ഡേറ്റ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ഒരുപക്ഷെ കറണ്ട് കട്ട് വരിക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? സോ അതാണ് ഡേറ്റ ബാക്കപ്പ് വേണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മളുടെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ MCQs നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് MCQ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് തന്നെ MCQ സെഷനും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.